ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ടാണ് കാഴ്ചയെ വെറും ഒരു മനുഷ്യ ശിശുവായ യേശുവിൽ ദൈവത്തെ കാണുവാനും ആരാധിക്കുവാനും പൂജരാജാക്കന്മാർക്കും ആട്ടിടയർക്കും കഴിഞ്ഞത്. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കെടുത്തിരിക്കുന്ന ഒരു ഉണ്ണിയെ നിങ്ങൾ കാണും എന്നതിലുപരി മറ്റൊരടയാളവും മാലാഖമാർ ആട്ടിടയർക്ക് നൽകിയിരുന്നില്ല. എങ്കിലും അവർ വിശ്വസിച്ചു. ഉണ്ണീശോയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്തു. അന്ന് വരെ സാധാരണക്കാരായിരുന്ന ആട്ടിടയന്മാർ അന്നു മുതൽ ലോകാന്ത്യം വരെ അസാധാരണക്കാരായ ഇടയന്മാരായി മാറി. ഓരോ ക്രിസ്മസിലും നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ജനിക്കുന്നു. അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുമ്പോൾ ആട്ടിടയരെയും രാജാക്കന്മാരെയും പോലെ നാമും അസാധാരണക്കാരായി തീരും. പുൽക്കൂടിന്റെയും നക്ഷത്രങ്ങളെ മനോഹാരിത കണ്ട് കടന്നു പോകുവാൻ ആരെ കൊണ്ടും സാധിക്കും. അവരെല്ലാം സാധാരണക്കാരായി തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷകനായ ജനിച്ച ദൈവപുത്രനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നാമും ആട്ടിടയരെ പോലെ അസാധാരണക്കാരായി തീരും. പിറക്കുവാൻ ഒരിടം പോലും ഇല്ലാതിരുന്നവരെ ദൈവപുത്രനായി സ്വീകരിച്ച യോസേഫും മറിയവും മഹത്വം നേടിയതുപോലെ നമുക്കും മഹത്വം ആർജിക്കാം. ആട്ടിടയർക്ക് നൽകിയ അടയാളം പോലെ ഊതിയാൽ പറക്കുന്ന അപ്പകഷ്ണം പോലെയുള്ള തിരുവോസ്തി ഈശോയെ കാണുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ തിരുപ്പിറവി മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോമിശിഹായ്ക്ക് ആട്ടിടയറജങ്ങൾ തൻ കാവല മഞ്ഞുതീരും രാവിൽ പാർക്കവേ അരികിലായി നിന്നു ദൂതനും തേജസ്സും മിന്നി തിളങ്ങിയല്ലോ. ഭയപ്പെടേണ്ട മഹാസന്തോഷം ദൂതൻ അരുളിടുന്നു. ദൈവപ്രസാദമുള്ള മാനവർക്ക് ശാന്തിയേകിടുന്നു.